നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിച്ചിട്ട് വർഷങ്ങൾ കഴിയുന്നു. 4 വർഷത്തോടടുക്കുന്നു, അല്ലെങ്കിൽ 4 വർഷം പിന്നിടുന്നു. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം 2026 ഇന്നിപ്പോൾ ഓഗസ്റ്റിലും അത് തുടരുകയാണ്. ശക്തമായ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട്. യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുന്നു, റഷ്യ തിരിച്ചടിയായി മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈനെ അടിച്ചൊതുക്കുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ യുക്രൈന് ഈ അമേരിക്കയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെയും പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സൈനിക പിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ യുക്രൈന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ റഷ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇസ്രായേലും മറ്റും ഗാസയിലൊക്കെ നടത്തുന്നത് പോലെയുള്ള സമഗ്രമായ കാടടച്ച് വെടിവെക്കൽ റഷ്യ നടത്തുന്നില്ല. അതാണ് ഈ യുദ്ധം നീണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത്. രണ്ടാമത്തത്, റഷ്യയുടെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും യുക്രൈന് നൽകുന്ന കൈ അയച്ചുള്ള സഹായമാണ്. ഈ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുക്രൈൻ്റെ ആക്രമണങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് റഷ്യയുടെ കമ്പനികൾക്ക് നേരെയുള്ള ആക്രമണമാണ്. പാശ്ചാത്യ കമ്പനികൾക്ക് ബദലായി റഷ്യയിൽ ഒരു വലിയ കമ്പനി ശൃംഖല തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കമ്പനി ശൃംഖലകളെ ആക്രമിക്കുക എന്നുള്ളതാണ് യുക്രൈൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആമസോണിനെയൊക്കെ പോലെ തന്നെ റഷ്യയിലെ ആമസോൺ എന്നറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് വൈൽഡ് ബെറീസ്. ഈ വൈൽഡ് ബെറീസിനെ ഇപ്പോൾ യുക്രൈൻ നിരന്തരം ലക്ഷ്യം വയ്ക്കുകയാണ്. നിരന്തരം ഡ്രോൺ ആക്രമണങ്ങൾ വൈൽഡ് ബെറീസിൻ്റെ ഗോഡൌണുകൾക്കും അതുപോലെ തന്നെ വൈൽഡ് ബെറീസിൻ്റെ വെയർഹൗസുകൾക്കും എതിരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചെറിയൊരു ഓൺലൈൻ സ്റ്റോറായി ആരംഭിച്ച ഈ വൈൽഡ് ബെറീസ് ഇപ്പോൾ റഷ്യയൊട്ടുക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ റീറ്റെയിൽ ഭീമനാണ്. ടാറ്റിയാന കിം എന്നറിയപ്പെടുന്ന ഒരു വനിതാ സംരംഭകയാണ് ഇതിൻ്റെ മേധാവി. ഇവർക്കെതിരെയും അതുപോലെ തന്നെ വൈൽഡ് ബെറീസിനെതിരെയും ആക്രമണം ശക്തമാക്കുകയാണ് ഇപ്പോൾ യുക്രൈൻ. ഏതാണ്ട് 25,000 സ്ക്വയർ കിലോമീറ്റർ രാജ്യത്താകമാനം 40ഓളം വലിയ വെയർഹൗസുകളും 200ഓളം ചെറിയ ഗോഡൌണുകളും ഈ കമ്പനിക്കുണ്ട്. ഈ ഗോഡൌണുകളെയും കമ്പനികളെയും ലക്ഷ്യം വയ്ക്കുകയാണ് ഇപ്പോൾ യുക്രൈൻ. 10ഓളം ഗോഡൌണുകളെയും വെയർഹൗസുകളെയും യുക്രൈൻ ഡ്രോണുകൾ ഇതിനോടകം തന്നെ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 7 ഗോഡൌണുകളും പ്രവർത്തനം നിർത്തി. മാത്രമല്ല 2,50,000 സ്ക്വയർ മീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഗോഡൌണിനെയും ഇപ്പോൾ യുക്രൈൻ്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ്. റഷ്യയുടെ കമ്പനികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ യുക്രൈൻ ആക്രമണത്തിന് പിന്നിൽ പാശ്ചാത്യ കമ്പനികളാണ് എന്നും സംസാരമുണ്ട്. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം ആമസോൺ അടക്കമുള്ള പാശ്ചാത്യ കമ്പനികളെല്ലാം റഷ്യ വിട്ടു പോയിരുന്നു. അതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിന് ബദലായിട്ടാണ് ഇപ്പോൾ ഇത്തരം കമ്പനികൾ, ഇപ്പോൾ വൈൽഡ് ബെറീസ് പോലെയുള്ള കമ്പനികൾ പച്ച പിടിക്കുന്നത്. വസ്ത്രങ്ങൾക്കും മറ്റടിസ്ഥാന വസ്തുക്കൾക്കുമൊക്കെയായി റഷ്യക്കാർ ഇപ്പോൾ ആശ്രയിക്കുന്നത് വൈൽഡ് ബെറീസിനെയാണ്. അതുകൊണ്ട് തന്നെ വൈൽഡ് ബെറീസ് എന്ന സ്ഥാപനത്തെ തകർത്താൽ റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ആഘാതം ഉണ്ടാകുമെന്ന് യുക്രൈൻ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ടാണ് ഈ വൈൽഡ് ബെറീസിൻ്റെ വെയർഹൗസുകളെയും അതുപോലെ തന്നെ ഗോഡൌണുകളെയും എല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധതന്ത്രമായി ഇത് മാറുകയാണ്. ഇത് റഷ്യയ്ക്ക് വലിയ തലവേദന ആവുകയും ചെയ്യുന്നു. റഷ്യയ്ക്കകത്തേക്ക് നുഴഞ്ഞുകയറി ഡ്രോൺ ആക്രമണം നടത്തുന്നതിൽ ഇപ്പോൾ യുക്രൈൻ സൈന്യം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ റിഫൈനറികളെ ആക്രമിച്ചുകൊണ്ട് നേരത്തെ റഷ്യയ്ക്ക് വലിയ തലവേദന യുക്രൈൻ സൃഷ്ടിച്ചിരുന്നു. റിഫൈനറികൾ ആക്രമിച്ച് റിഫൈനറികളെല്ലാം തകരാറിലായതോടുകൂടി റഷ്യയ്ക്ക് എണ്ണ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടായി. വൻതോതിൽ അസംസ്കൃത ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ച് ഇന്ത്യയിലെ റിഫൈനറികളിൽ സംസ്കരിച്ച ശേഷം എണ്ണ തിരികെ റഷ്യയിലേക്ക് എത്തിക്കുക എന്ന പരിപാടിയാണ് റഷ്യ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നുവെന്ന് മാത്രമല്ല, യുക്രൈനും അതിശക്തമായി തന്നെ റഷ്യ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസത്തെ യുദ്ധം കൊണ്ട് അവസാനിക്കാവുന്നതേയുള്ളൂ യുക്രൈൻ. പക്ഷേ റഷ്യ അത് ചെയ്യുന്നില്ല. ഘട്ടം ഘട്ടമായുള്ള ആക്രമണമാണ് റഷ്യ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനോടകം തന്നെ യുക്രൈൻ്റെ 1/5 ഭൂവിഭാഗവും റഷ്യ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പിടിച്ചെടുത്ത ഭൂഭാഗങ്ങൾ തിരികെ കൈമാറിയാൽ മാത്രമേ വെടിനിർത്തലിന് തയ്യാറാകൂ എന്നാണ് ഇപ്പോൾ യുക്രൈൻ അവകാശപ്പെടുന്നത്. എന്നാൽ അങ്ങനെ റഷ്യയ്ക്ക് ഈ ഭൂവിഭാഗങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഈ യുദ്ധത്തിന് അവസാനമുണ്ടാക്കാൻ അമേരിക്കയും യുക്രൈനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ സമ്മർദ്ദം ഇരുഭാഗത്തും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. വർഷങ്ങളായി നടന്നുവരുന്ന യുദ്ധം ഇപ്പോഴും ഉത്തരം കിട്ടാതെ തുടരുകയാണ്. 2022
2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച സംഘർഷം ഇന്നും തുടരുന്നു. റഷ്യയ്ക്കും യുക്രൈനും ഡോളർ കണക്കിന് രൂപയാണ് ഈ യുദ്ധത്തിൽ നഷ്ടമുണ്ടായത്. പക്ഷേ ഈ ആക്രമണം തുടരുകയാണ്.